പോയ വാരം കായിക രംഗത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്ത പ്രധാന സംഭവങ്ങൾ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റും വനിതാ ചെസ് ലോകകപ്പിൽ ഭാരതത്തിൻ്റെ അഭിമാനമായ ദിവ്യ കിരീടമുയർത്തിയതുമാണ്. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ കളിക്കളത്തിൽ പ്രധാനം. ഒപ്പം കാര്യവട്ടത്തെ ചില കളിവിശേഷങ്ങളുമുണ്ട് ഇന്നത്തെ അധ്യായത്തിൽ. കായിക രംഗത്തെ വാർത്തകളും വിശേഷങ്ങളുമായെത്തുന്ന കളിക്കളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ വാശിയേറിയ പോരാട്ടമാണ് നടന്നത്. പരിചയസമ്പന്നരായ ഇംഗ്ലണ്ട് നിരയോട് കിടപിടിക്കുന്ന പ്രകടനം ടീം ഇന്ത്യയുടെ യുവനിര കാഴ്ചവെച്ചു. മത്സരങ്ങൾ വിലയിരുത്താൻ BCCI മാച്ച് റഫറി P. രംഗനാഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രംഗനാഥൻ, യുവനിരയുടെ പ്രകടനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര വളരെ അത്യന്തം ആവേശകരമായിട്ടൊരു സീരിയസ് ആയിട്ട് മാറുകയാണ്. നമ്മൾ ഈ അടുത്ത കാലത്തുള്ള ടെസ്റ്റ് ക്രിക്കറ്റിലെ മാറ്റങ്ങൾ, അതൊരു പുതിയ ഇന്ത്യ ടീം, പ്രത്യേകിച്ച് ശുഭ്മാൻ ഗിൽ എന്നുള്ള പുതിയ യുവനായകൻ, അതാണ് എടുത്തു പറയേണ്ടത്. ആ യുവനായകൻ്റെ കീഴിൽ ധാരാളം യുവതാരങ്ങൾ അണിനിരക്കുന്ന ഒരു ഇന്ത്യൻ ടീം. ജയ്സ്വാൾ ആയാലും, കൂടാതെ ഇപ്പോൾ തന്നെ സായി സുദർശൻ ടീമിൽ വന്നിരിക്കുന്നു. കൂടാതെ കരുൺ നായർ, ഒരു വെറ്ററൻ ക്രിക്കറ്റർ, അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ്. ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ കരുൺ നായരുടെ ആ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ നമുക്ക് ഏറ്റവും അശ്വിനൊക്കെ പകരക്കാരനായിട്ട് ഇപ്പോൾ വാഷിങ്ടൺ സുന്ദർ ടീമിൽ വന്നിരിക്കുന്നു. കൂടാതെ എന്നും വിശ്വസ്തയോടുകൂടി പന്തെറിയുന്ന ഓൾറൗണ്ടറായിട്ടുള്ള ജഡേജ, അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി മികവ്. അപ്പോൾ ഈ പരമ്പരയിൽ ഉടനീളം ഇന്ന പ്ലെയർ എന്നില്ല, ഒരു ടീം ഇന്ത്യ എന്നുള്ള രീതിയിൽ അവർ പെർഫോം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ആദ്യ ടെസ്റ്റിൽ ഇപ്പോൾ പരിക്ക് ഇന്ത്യനെ ഏറെ അലട്ടി എന്ന് വേണം പറയാനായിട്ട്. പ്രത്യേകിച്ച് ഋഷഭ് പന്തിൻ്റെ പരിക്ക്, അത് ഇന്ത്യയുടെ ആ ഒരു ബാലൻസ് തന്നെ തെറ്റിപ്പിക്കുന്ന രീതിയിലായിരുന്നു. എങ്കിലും ജുറൈൽ എന്നുള്ള യുവ വിക്കറ്റ് കീപ്പർ, അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അവസരം, അദ്ദേഹം ഇപ്പോൾ ടെസ്റ്റ് കളിക്കുന്നു. കൂടാതെ അശ്വിന് പകരക്കാരനായിട്ട് വന്ന വാഷിങ്ടൺ സുന്ദറിൻ്റെ ഓൾറൗണ്ട് പെർഫോമൻസ്, ബുംറയുടെ പരിക്ക്, ആകാശ് ദീപ് എന്നുള്ള ഫാസ്റ്റ് ബോളറിൻ്റെ ടീമിലോട്ടുള്ള വരവ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ടീം ധാരാളം താരങ്ങൾ, പ്രത്യേകിച്ച് യുവതാരങ്ങൾ ഒരു ടീമിലോട്ട് വന്നിരിക്കുന്നു. അവരുടെ പെർഫോമൻസ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ടീമിൻ്റെ യുവനായകൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് ഈ പരമ്പര ഇന്ത്യ തുടങ്ങിയപ്പോൾ ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പരിചയസമ്പന്നരായിട്ടുള്ള വിരാട് കോഹ്ലിയും, കൂടാതെ രോഹിത് ശർമ്മയുടെ അഭാവം, ബുംറയുടെ പരിക്ക്. പക്ഷേ അതിനെല്ലാം ഉപരിയായിട്ട് ഒരു പുതിയ ടീമിനെ വാർത്തെടുക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഇപ്പോൾ ടീമിൻ്റെ പെർഫോമൻസ് ഒരിക്കലും നമുക്കൊരു കുറവായിട്ട്, പ്രത്യേകിച്ച് പഴയ കാലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ന് ടീം ഇന്ത്യ ഏറ്റവും മികച്ച രീതിയിൽ വിദേശത്ത്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യത്ത് നന്നായിട്ട് കളിക്കുന്നു എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും ടീം ഇന്ത്യയെ നമ്മൾ അഭിനന്ദിക്കാതെ വയ്യ. എങ്കിലും ടെസ്റ്റ് പരമ്പര, ആ ടെസ്റ്റ് പരമ്പര ഇപ്പോൾ 2-1 എന്നുള്ളൊരു സമനിലയിലോട്ട് പോകാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നു. ഈ ടെസ്റ്റിൻ്റെ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരമ്പര സമനിലയിലോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്ന ടീമിൻ്റെ ഒരു ഘടനയാണ്. ബോളിങ്ങിലും ബാറ്റിങ്ങിലും ബാറ്റർമാരുടെ പെർഫോമൻസും ബോളർമാരുടെ പെർഫോമൻസും ഏറ്റവും നിലവാരത്തിലോട്ട് ഉയർത്ത് സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഫാസ്റ്റ് ബോളറായിട്ട് സിറാജ് ആയാലും ആകാശ് ദീപ് ആയാലും അവരുടെ പെർഫോമൻസ്, കൂടാതെ യുവതാരങ്ങളായിട്ടുള്ള വാഷിങ്ടൺ സുന്ദർ, ജയ്സ്വാൾ, പേരെടുത്ത് പറയുകയാണെങ്കിൽ മൊത്തത്തിലൊരു യുവനിര എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, ക്യാപ്റ്റൻ ഉൾപ്പെടെ. അപ്പോൾ ടീമിൻ്റെ പെർഫോമൻസ് ഒരിക്കലും നമുക്കൊരു മോശമല്ല. ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് സമ്മർദ്ദത്തെ അതിജീവിച്ച് അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 4ാം ടെസ്റ്റിൻ്റെ അവസാന ദിനത്തിലെ ഇന്ത്യയുടെ തിരിച്ചുവരവ്, ജഡേജയുടെയും വാഷിങ്ടൺ സുന്ദറിൻ്റെയും പ്രകടനം, ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രകടനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 4ാം ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവസാന ദിവസങ്ങളിൽ വാഷിങ്ടൺ സുന്ദറും ജഡേജയും ചേർന്ന ഇരുവരുടെയും സെഞ്ചുറി കൂട്ടുകെട്ടും അവരുടെ ആ ബാറ്റിംഗ് മികവും. മുൻകാലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ 4ാം ദിവസം ആദ്യം തന്നെ ഇന്ത്യ ഓൾ ഔട്ട് ആവുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ വാലറ്റക്കാർ അവിടെയാണ് സൂചിപ്പിക്കുന്നത്, ടോപ്പ് ഓർഡർ പരാജയപ്പെട്ടപ്പോഴും വാലറ്റക്കാരായിട്ടുള്ള ഓൾറൗണ്ട് മികവിലൂടെ ഇന്ത്യയെ ആ പെർഫോമൻസ് ഇന്ത്യയെ സമനിലയിലോട്ട് എത്തിക്കാൻ സാധിച്ചു. 400-ലധികം റൺസ് അവസാന ദിവസം നേടുന്നു. അതാണ് ഇംഗ്ലണ്ടിൽ ഏറ്റവും പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ്, പ്രത്യേകിച്ച് അവരുടെ ബോളർമാർ. ആ ബോളർമാരെയൊക്കെ നേരിടാനായിട്ട് ഈ യുവതാരങ്ങൾക്കായിട്ട് വാഷിങ്ടൺ സുന്ദറിനൊക്കെ സാധിച്ചു എന്നുള്ളത് ടീമിൻ്റെ എടുത്ത പെർഫോമൻസ് ആയിട്ട് പറയേണ്ടിയിരിക്കും. ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ
സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? പരിശീലന സ്ഥാനം ഏറ്റെടുത്തോട്ട് ഗംഭീറിനെതിരെ ധാരാളം വിമർശനങ്ങൾ പല കോണിൽ നിന്നും വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ സാഹചര്യം നമുക്ക് അറിയാം. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും മാറിയാണ് അദ്ദേഹം കോച്ചിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ അതൊരു വിമർശനമായിട്ട് കരുതേണ്ട കാര്യമില്ല. ഗൗതം ഗംഭീർ എന്നുള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മുൻ താരം, അദ്ദേഹത്തിൻ്റെ ആ ഒരു കോച്ചിങ് മികവ്, അതെല്ലാം തന്നെ നമുക്ക് ഈ പരമ്പരയിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ പരിക്ക് മൂലം മുതിർന്ന താരങ്ങൾ ടീമിൽ നിന്ന് മാറുമ്പോൾ അതിൻ്റെ ഒരു സെറ്റ് ബാക്ക് ഏത് ടീമിനായാലും ഏത് പരിശീലകനായാലും ആ ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അതിനെയൊക്കെ മാറ്റാനായിട്ട് ഗൗതം ഗംഭീറിനെ പോലെയുള്ള ആ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മുൻ താരത്തിന് സാധിച്ചു. അതൊരു ടീമിൻ്റെ ഗുണം തന്നെയാണ്. ഈ വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, ആ സ്ഥാനത്ത് ഇരിക്കുന്നവർക്കേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ. ഇനി നമ്മൾ ചെസ്സിലേക്കാണ് പോകുന്നത്. 15-ാം വയസ്സിലാണ് കൊനേരു ഹംപി ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടിയത്. ഇപ്പോഴിതാ അതേ ഹംപിയെ കീഴടക്കി ഫിഡെ ലോക വനിതാ ചെസ് ലോകകപ്പിൽ ഗ്രാൻഡ് മാസ്റ്റർ പട്ടവും കിരീടവും സ്വന്തമാക്കിയിരിക്കുകയാണ് 19 വയസ്സുകാരിയായ ദിവ്യ ദേശ്മുഖ്. ലാണ് കനേരു ഹംപി തന്റെ 15-ാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടി ചെസ്സിൽ ചരിത്രമെഴുതിയത്. ഈ നേട്ടം സ്വന്തമാക്കിയ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയും ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരിയും കൂടിയായിരുന്നു ഹംപി. പിന്നെയും 3 വർഷം കഴിഞ്ഞ് 2005 ഡിസംബർ 9 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഒരു മറാത്തി കുടുംബത്തിലാണ് ദിവ്യയുടെ ജനനം. ചെസ് ഒളിമ്പ്യാഡിൽ 3 തവണ സ്വർണ്ണ മെഡൽ ജേതാവായ ദിവ്യ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ ഇവന്റുകളിലും സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കിരീട നേട്ടത്തോടെ ഹംപി, ദ്രോണവല്ലി ഹരിക, ആർ വൈശാലി എന്നിവർക്ക് ശേഷം ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 4ാമത്തെ ഇന്ത്യക്കാരി എന്ന നേട്ടവും ദിവ്യ സ്വന്തമാക്കി. ഫിഡെയുടെ 3 ഗ്രാൻഡ് മാസ്റ്റർ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുകയോ 2500 എലോ റേറ്റിംഗ് നേടുകയോ ചെയ്യാതെയാണ് ദിവ്യ ഗ്രാൻഡ് മാസ്റ്റർ പദവി ഒറ്റയടിക്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. നേട്ടത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ദിവ്യ പ്രതികരിച്ചു. बहुत सालों की मेहनत है एंड आई एम होपिंग दैट ये जस्ट एक स्टेपिंग स्टोन है जो और भी ज़्यादा गोल्स मैं अपने अचीव कर पाऊँ उसके लिए. आई थिंक हम दोनों पे काफ़ी प्रेशर था, बट एक अच्छी चीज़ थी कि सिंस इंडिया का ही फाइनल था तो वो ट्रॉफी इंडिया के पास आती है एंड आई थिंक वो बहुत अच्छी चीज़ है इंडियन चेस के लिए, इंडियन चेस पॉपुलैरिटी के लिए इंडिया में. सो मैं तो सिर्फ मेरे परफॉर्मेंस पे फोकस कर रही थी एंड ऑब्वियसली प्रेशर था, बट मैं मेरे नर्व्स को कंट्रोल करने का ट्राई कर रही थी. मैं बहुत खुश थी. मुझे थोड़ा सा टाइम लगा, थोड़े सेकंड्स लगा रियलाइज होने में ഈവൻ വിന്നിംഗ് പൊസിഷൻ ആने के बाद. നേട്ടം സ്വന്തമാക്കിയതിനു പിന്നാലെ അമ്മയെ കെട്ടിപ്പിടിച്ചു കരയുന്ന ദിവ്യയുടെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. വിജയം നേടി ഹംപിക്ക് കൈകൊടുത്ത ശേഷം ദിവ്യ നേരെ ഓടിയത് അമ്മയ്ക്കരികിലേക്കായിരുന്നു. ദിവ്യയെ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. तो मैंने कहा कि मैं पहले से दोनों को अभिनंदन दे देता हूँ, क्योंकि अल्टीमेटली तो ट्रॉफी भारत में ही आने वाली है. लेकिन खुशी इस बात की है कि गोकेश के बाद दिव्या शायद महिला चैम्पियनशिप में सबसे कम एज की होगी. ये देश की ताकत दिखाते हैं, देश की स्ट्रेंथ दिखाते हैं. और आज आप ग्रैंड मास्टर है, लेकिन मैं मानता हूँ कि जो न्यू जनरेशन है उसके लिए आप जैसे एथलीट ड्रीम मास्टर है. आपसे प्रेरणा लेके न्यू जनरेशन का हौसला भी बढ़ेगा. न्यू जनरेशन
स्पोर्ट्स में रुचि रखेंगे। അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ മാസ്റ്റേഴ്സ് ലെവൽ മത്സരങ്ങൾക്ക് വേദിയായി തിരുവനന്തപുരം കാര്യവട്ടം രാജ്യാന്തര സ്റ്റേഡിയം. സ്റ്റീഫൻ കോശി ജേക്കബ് മെമ്മോറിയൽ ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ബാസ്കറ്റ്ബോൾ ടൂർണമെൻ്റ് എന്ന പേരിലാണ് മത്സരങ്ങൾ നടന്നത്. 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള പുരുഷ വനിതാ ടീമുകളാണ് ടൂർണമെൻറ്റിൽ മാറ്റുരച്ചത്. കേരളത്തിന്റെ അഭിമാനമായ കാര്യവട്ടം രാജ്യാന്തര സ്റ്റേഡിയം മറ്റൊരു കായിക വിരുന്നിന് കൂടി സാക്ഷിയായി. ഫുട്ബോളിനും ക്രിക്കറ്റിനും പിന്നാലെ ബാസ്കറ്റ്ബോൾ മത്സരത്തിനാണ് ഇൻഡോർ സ്റ്റേഡിയം വേദിയായത്. ബാസ്കറ്റ്ബോളിനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന സ്റ്റീഫൻ കോശി ജേക്കബിന്റെ സ്മരണാർത്ഥം സ്റ്റീഫൻ കോശി ജേക്കബ് മെമ്മോറിയൽ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് എന്ന പേരിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. Stephen Koshi Jacob Memorial Masters International Basketball Tournament, which is the biggest international event in the world at Masters level. 91 ടീമുകളാണ് പങ്കെടുക്കുന്നത്. മൊത്തം 109 കളികളാണ് നടക്കുന്നത്. 4 ദിവസമായിട്ട് സൈമൾട്ടേനിയസ്ലി ഇൻ 2 കോർട്സ്. രാവിലെ 6:30 കളികൾ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 10:30 വരെ കളികൾ തുടർന്നുകൊണ്ടിരിക്കും. എൻ്റെ മകൻ സ്റ്റീഫൻ കോശി ജേക്കബ് 2 വർഷം മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിരുന്നു. പ്രശസ്തനായ ബാസ്കറ്റ്ബോൾ താരമായിരുന്നു. നമുക്കിതിൻ്റെ ബാക്കപ്പും കാര്യങ്ങളും എല്ലാം തരുന്ന ടെക്നിക്കൽ സൈഡ് അസിസ്റ്റൻസ് കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ, വിച്ച് ഈസ് അഫിലിയേറ്റഡ് ടു ദ ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സ്പോർട്സ് കൗൺസിൽ ഓഫ് കേരള. അവരുടെ 50 റഫറിമാരോളമാണ് നമ്മൾ ഈ മാച്ചുകൾ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ദ സെക്കൻഡ് ഇയർ വി ആർ ഡൂയിങ് ദ ടൂർണമെൻറ്റ്. കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രത്ത് തന്നെയാണ് ചെയ്തത്. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലും ചന്ദ്രശേഖർ നായർ പോലീസ് സ്റ്റേഡിയത്തിലുമായിട്ടാണ്, 2 സ്റ്റേഡിയത്തിലായിട്ടാണ് ചെയ്തത്. ഇത്തവണ ഗ്രീൻഫീൽഡിലേക്ക് മാറിയ കാരണം ഇവിടെ 2 ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ അടുത്തടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പ്ലേയേഴ്സിനും ഒഫീഷ്യൽസിനും പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ട, എല്ലാവരും ഇവിടെ തന്നെ അസംബിൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുമുള്ള പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യക്കകത്തുള്ള മുൻ ഇൻ്റർനാഷണൽ താരങ്ങൾ, ഇന്ത്യൻ ഇൻ്റർനാഷണൽസ് എല്ലാവരും തന്നെ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അത് സ്റ്റീഫനോടുള്ള സ്നേഹം കൊണ്ടും പേഴ്സണലി ഞാനുമായിട്ട് വർഷങ്ങളായിട്ട് അവർക്കുള്ള റിലേഷൻഷിപ്പ് കൊണ്ടും ആണെന്ന് അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. 95-ലധികം ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ഒമാൻ, UAE, ശ്രീലങ്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കൊപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ക്ലബ്ബുകളിൽ നിന്നുള്ള താരങ്ങളും മത്സരത്തിനിറങ്ങി. വിവിധ കാറ്റഗറികളിലായി 30 വയസ്സു മുതൽ 65 വയസ്സുവരെയുള്ളവരുടെ പുരുഷ വനിതാ ടീമുകളാണ് കളിക്കളത്തിലെത്തിയത്. 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ടൂർണമെന്റിൽ 100-ലധികം മത്സരങ്ങൾ 2 കോർട്ടുകളിലായിട്ടാണ് നടന്നത്. സ്റ്റീഫന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവ് ജേക്കബ് കോശി, ഇങ്ങനെ ഞങ്ങൾ ഇതിനുമുമ്പ് മാസ്റ്റേഴ്സ് ഇവിടെ കേരളത്തിലും ഇന്ത്യയിൽ നാഷണൽസ് കളിക്കാനും അതേപോലെ ഇൻ്റർനാഷണൽ കളിക്കാനും ഞങ്ങൾ പോയിരുന്നു. സ്റ്റീഫൻ മരിച്ചതിന് ശേഷം സ്റ്റീഫൻ്റെ പേരിൽ ഞങ്ങൾ ഒരെണ്ണം ചെയ്യണമെന്നുള്ളത് ആഗ്രഹിച്ചു. കഴിഞ്ഞ കൊല്ലം ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് നടത്തുന്നത്. 2ാമത് സ്റ്റീഫൻ ജേക്കബ് കോശി ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റാണ്. ഇതിനു മുമ്പ് ഞങ്ങളിത് സെക്കൻഡ് ടൈമാണ്. നമുക്ക് വേറെ മാസ്റ്റേഴ്സ് ഇവൻറ്റ്സ് ഉണ്ട്, പക്ഷേ കേരളത്തിൽ വെച്ച് ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റ് ആദ്യമായിട്ടാണ് ഇത് നടത്തപ്പെടുന്നത് മാസ്റ്റേഴ്സിൻ്റെ ഇതിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. വളരെയധികം ടീമുകൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അറൗണ്ട് ഒരു 1000 പേരോളം പങ്കെടുത്തിരുന്നു. ഒമാൻ, ശ്രീലങ്ക, UAE എന്നൊക്കെ ടീംസ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം വളരെയധികം അതിൽ കൂടുതൽ ടീമുകളാണ് വന്നിരിക്കുന്നത്. ഒക്കെ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇവർ ഏകദേശം 90 ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 1000 കളിക്കാരോളം ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് തന്നെ 5 ടീമുകളുണ്ട്, UAE നിന്നുണ്ട്, ബഹ്റിൻ നിന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 30+, 40+, 50+ അങ്ങനെ അത്രയും പ്രായ ആൾക്കാർ എല്ലാവരും പ്രൊഫഷണൽ ലെവലിൽ നിന്ന് കളി നിർത്തി പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ മാസ്റ്റേഴ്സ് ഇവൻറ്റ് നടത്തുന്നത്. ഇത് ഇവിടെ ഇന്ത്യയിൽ തന്നെയുള്ള ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് നടത്തുന്നത്. നമ്മൾ വിദേശങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ സ്റ്റീഫൻ കോശി ജേക്കബ് ഞങ്ങളുടെ മകന് വേണ്ടി
ഓർമ്മയ്ക്കായിട്ട് നടത്തുന്നതാണ്. ഇപ്പോൾ എല്ലായിടത്തു നിന്നുള്ള പഴയ ഇന്ത്യൻ പ്ലേയേഴ്സും ഇൻ്റർനാഷണൽ പ്ലേയേഴ്സും എല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഇവൻറ്റ് ഇന്ത്യയിൽ ഇതിനു മുമ്പ് നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനിയും അത് പല പല സ്ഥലങ്ങളിലായിട്ട് എല്ലാ വർഷവും നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഈ കൂട്ടത്തിൽ ഇപ്രാവശ്യത്തെ വേറെ സവിശേഷത എന്ന് പറയുന്നത് പിന്നെ ലേഡീസിൻ്റെ പാർട്ടിസിപ്പൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതലായിട്ട് ലേഡീസ് ടീം പാർട്ടിസിപ്പേഷൻ കൊണ്ട് കൂടിയിട്ടുണ്ട്. അവരുടെ അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ലേഡീസിൻ്റെ പ്രാതിനിധ്യം കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ അവർക്കും കളി നിർത്തിയ മുൻകാല സ്റ്റേറ്റ് താരങ്ങളും യൂണിവേഴ്സിറ്റി താരങ്ങളും ഇന്ത്യൻ ടീമിൻ്റെ കുപ്പായം അണിഞ്ഞ സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് ഈ പ്രായമായെങ്കിലും ദേ വോണ്ട് ടു സ്റ്റേ ഫിറ്റ്, കളിക്കണം, പിന്നെ അമിതവണ്ണം കുറയ്ക്കണം, അത് ഗെയിമിനെ ലൈവായിട്ട് നിർത്തണം എന്നൊരു ആശയം മുന്നിൽ കണ്ടുകൊണ്ട് ആ ബാസ്കറ്റ്ബോളിനുള്ള സ്നേഹം വിടാതെ ഇപ്പോഴും അവർ കാത്തു സൂക്ഷിച്ചു. ഇത്രയും ഫാമിലിയും മറ്റു ഒഫീഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം മാറ്റിവെച്ച് ഈ 4 ദിവസം ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഈ കാര്യവട്ടം ക്യാമ്പസിൽ അവർ ഫുൾ പാർട്ടിസിപ്പേഷനോടുകൂടി ഫുൾ എനർജി ആയിട്ട് ഇവിടെ നിൽക്കുന്നതാണ് ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത്. കേരളത്തിന്റെ ബാസ്കറ്റ്ബോൾ പാരമ്പര്യത്തെ ആദരിക്കുന്ന ഈ ടൂർണമെന്റ് കളിയുടെ ജനപ്രിയത വർദ്ധിപ്പിക്കുകയും പ്രായമായ കളിക്കാരുടെ പങ്കാളിത്തം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. ദേശീയ സംസ്ഥാന റഫറിമാരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത്. 4 നാൾ നീണ്ടുനിന്ന ടൂർണമെന്റിന്റെ വനിതാ വിഭാഗത്തിൽ ചെന്നൈയിൽ നിന്നുള്ള ഫ്യൂഷൻ ഇന്ത്യ ടീം +35, +45 വിഭാഗങ്ങളിൽ വിജയികളായി. +40 വനിതാ വിഭാഗത്തിൽ ശ്രീലങ്കൻ മാസ്റ്റേഴ്സ് വിജയിച്ചു. 30+ൽ കേരള ടീമായ വാരിയേഴ്സ് ഇന്ത്യയാണ് ചാമ്പ്യന്മാരായത്.